എന്താ CKC, എന്നെയും കൊണ്ട് കാറിൽ യാത്ര ചെയ്യാൻ ടെൻഷനുണ്ടോ? ദൈവത്തിന്റെ ഓരോരോ കാര്യങ്ങളെ. ഇന്നലെ വരെ എന്നെ കൊല്ലാനായി നടന്നയാള് ഇന്ന് എന്റെ ഡ്രൈവറായി മാറിയിരിക്കുന്നു. ഹോ, ഈശ്വരന് സമ്മതിച്ചു കൊടുക്കണം. അവിടെ മിണ്ടാതിരുന്നോളണം. മിണ്ടിയ താനെന്നെ എന്തോ ചെയ്യും. CKCയുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയാം. ഇനി ഗൗതമിന്റെയും നിധിയുടെയും പുറകെ നടന്ന് അവരെ ഉപദ്രവിക്കുന്ന കലാപരിപാടികൾ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പൊ എന്റെ നമ്പർ ജ്യോതിർമയുടെ കയ്യിലുണ്ട്, അവരുടെ നമ്പർ എന്റെ കയ്യിലുണ്ട്. ഈ ഫോൺ എന്ന് പറയുന്ന സാധനമില്ലേ, ചിലപ്പോ ഒരാറ്റം ബോംബിന്റെ ഗുണം ചെയ്യും. ഒരൊറ്റ കോൾ, 2 ഡയലോഗ്, ബും. ഒരൊറ്റ പൊട്ടിത്തെറിയായിരിക്കും തന്റെ ജ്യോതിർമയിൽ. ആ ചൂടിൽ CKC നിന്ന് ഉരുകി ഭസ്മമായി പോവും. അധിക ദൂരമൊന്നും താനിങ്ങനെ എന്നെ പുറകിലിരുത്തി വണ്ടി ഓടിച്ച് ശ്വാസം മുട്ടണ്ട. ദേ, കുറച്ചു മുന്നോട്ട് വണ്ടി ഒതുക്കി നിർത്തിക്കോ, ഞാനിവിടെ ഇറങ്ങിക്കോളാം. എന്തുപറ്റി? നിന്റെ വീട് ഞാൻ കണ്ടുപിടിച്ചു കളയുമെന്ന് പേടിയാണോ? ദേ നോക്ക്, ജ്യോതിർമയി ഇപ്പൊ എന്റെ കൈവെള്ളയിലാ. പിന്നെ ഞാനെന്തിനു ഭയക്കണം? ഇവിടെ വണ്ടി നിർത്ത്. ഇവിടെ എന്റെ പരിചയക്കാരൊക്കെ ഉള്ള സ്ഥലമാണ്. ഞാൻ നിന്നെ കാറിൽ കൊണ്ടു നിറക്കുന്നത് അവരാരെങ്കിലും കണ്ട നാണക്കേട് എനിക്കാ. തന്നോടല്ലേ വണ്ടി നിർത്താൻ പറഞ്ഞത്? നിർത്തണോ വണ്ടി? എന്താ പേടിച്ചു പോയോ? പേടിക്കണ്ട, ഇവരെ ഞാൻ ഏർപ്പെടുത്തിയ ആളുകളാ. വലിയ വേദന അനുഭവിപ്പിക്കാതെ തന്നെ കാര്യം സാധിച്ചു പൊയ്ക്കോളും. ഫ്രഷ് ആവണമെന്നും പറഞ്ഞ് ഞാൻ മുറിയിലേക്ക് പോയത് എന്തിനാണെന്ന് അടി നീ കരുതിയേ? ഇവരെ ഏർപ്പാടാക്കാനാ. നിന്റെ വയറ്റിൽ എന്റെ കുഞ്ഞു പിറന്നുവെന്ന് ഒരു 31 വർഷം മുമ്പ് തന്നെ നീ വന്ന് എന്നോട് പറഞ്ഞപ്പോ നിന്റെ കഥ കഴിക്കേണ്ടതായിരുന്നു. അന്ന് നിന്നെ ജീവനോട് വിട്ടത് എന്റെ മണ്ടത്തരം. അല്ലായിരുന്നെങ്കിലേ ഇന്ന് പുരയ്ക്ക് മേലെ ചാഞ്ഞ മരമായി നീ വീണ്ടും വരില്ലായിരുന്നു. കാര്യപരിപാടികളിൽ ഒരു ചെറിയ മാറ്റം വരുത്തുക ഞാൻ. നീ തീരുന്നത് എന്റെ കൈകൊണ്ട് തന്നെ ആയിക്കോട്ടെ. എന്താ, ഓക്കെ അല്ലേ? ആ വടിവാളും കാടാ. വേണ്ട വേണ്ടാന്ന് വിചാരിച്ചാലും നീ വല്ലാണ്ടങ്ങ് വളരുക. ഇനി ഈ മരത്തിനെ വളർത്തിയാലേ അതെ എന്റെ പുരയ്ക്ക് ദോഷമാവും. അതുകൊണ്ട് നിർമ്മല എന്ന പാഴ്മരത്തിനെ ഞാൻ അങ്ങ് വെട്ടി മാറ്റാൻ പോവാം. താഴ്ത്തിക്കോ CKC, അല്ലെങ്കിൽ തന്റെ ഈ വീഡിയോ ചൂടോടെ ഞാൻ എത്തിക്കേണ്ടിടത്ത് അങ്ങ് എത്തിക്കും. ആഹാ, നല്ല അനുസരണയാണല്ലോ. ഗുഡ്. ഒത്തില്ലല്ലോ CKC. ഫ്രഷ് ആവാനെന്ന് പറഞ്ഞ് താൻ മുറിയിലേക്ക് പോയപ്പോ തന്നെ എനിക്ക് അപകടം മണത്തു. ജ്യോതിർമയിയോട് യാത്ര പറഞ്ഞ് പുറത്തിറങ്ങിയ ഞാൻ ആദ്യം വിളിച്ചത് നിധിയെ.
ഇതെന്തോന്നാ CKC? പബ്ലിക് സ്പേസിൽ വാളുമായിട്ട് നിൽക്കുന്നോ? അതങ്ങ് നിലത്തിട് സാറേ. ദേ, ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയ്ക്ക് കൊലപാതകം തെളിയിക്കാൻ പറ്റില്ലെങ്കിലും കൊലപാതക ശ്രമത്തിനുള്ള തെളിവൊക്കെ ആക്കാൻ പറ്റും കേട്ടോ. ഒരു വാളെടുത്ത് പെരുമാറാൻ വേണ്ടിയൊന്നും താൻ വളർന്നിട്ടില്ല CKC. അത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ഉള്ളത് പറയാലോ, നിർമ്മലയെ മാത്രമായി എന്റെ കൈ കിട്ടിയപ്പോ നിധി കൂടി വേണമായിരുന്നുവെന്നും അങ്ങനെയായിരുന്നെങ്കിൽ രണ്ടെണ്ണത്തിനെയും ഒരുമിച്ച് തീർക്കായിരുന്നുവെന്നും ഞാൻ ഇപ്പൊ ചിന്തിച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്കും മാഡം ഇങ്ങെത്തി.